ഇനി ഗീതയുടെ സയൻറ്റിഫിക് ആണെന്ന് പറയുന്ന ഗീത, അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഗീത, യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നു ഒരു കടുത്ത നാലാംകിട അന്ധവിശ്വാസങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു സാഹിത്യമാണ്. അതിൻ്റെ സംസ്കൃതമൊക്കെ ഉന്നതമായിരിക്കും, ഒരു പക്ഷേ ഭാഷാപരമായ ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരിക്കും. അത് മിക്കവാറും ബൈബിളിനൊക്കെ ഒന്നാന്തരം ഭാഷയല്ലേ. പക്ഷെ പറയുന്ന കാര്യമല്ലേ നമ്മൾ നോക്കണ്ടേ. ഇറ്റ്സ് നോട്ട് ദ ലാംഗ്വേജ്, ഇറ്റ്സ് നോട്ട് ദ ഫോം, ബട്ട് ദ കണ്ടന്റ്. അന്ധകാലേ ച മാമേവ സ്വരമുക്ത കലേവരം. അതായത് മരണസമയത്ത് എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടുപോകുന്നവൻ എന്നെ തന്നെ പ്രാപിക്കും. നിങ്ങൾ ഇത്രയും തെറ്റുകളൊക്കെ ചെയ്ത് എസൻസിൻ്റെ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്ത് കടുത്ത നിരീശ്വരവാദിയായിട്ട് നിങ്ങളിങ്ങനെ വിലസുകയാണ് അഹങ്കാരം കൊണ്ട്. അതല്ലേ പറഞ്ഞു, ഈ നിരീശ്വരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമാണെന്നാണ് പറയുന്നത്. മനുഷ്യന് വേണ്ടി ചിന്തിക്കുമ്പോൾ അതിനെ അഹങ്കാരം എന്ന് വിളിക്കുകയും ഈ പറയുന്ന ഹൂറി സാഹിത്യവും ഇതേ കണക്കുള്ള സ്വർഗ്ഗ സാഹിത്യവും വെട്ടട അവനെ എന്നൊക്കെ പറയുന്നത് വലിയ മഹത്തായ സാഹിത്യമാണെന്ന് കരുതുന്ന മനുഷ്യർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയും, മരണസമയത്ത് നിങ്ങളാകെ മരിക്കാൻ പോവില്ലേ. പല ആൾക്കാരും പറയുന്നുണ്ട് ഈ അവസാന കാലഘട്ടത്തിൽ നീയൊക്കെ ഭയങ്കരമായിട്ട് അവിടെ പോകും ഇവിടെ പോകുന്നു. അത് ഗീതയെ പറയുന്നുണ്ടത്. അവസാന കാലഘട്ടത്തിൽ എന്നെ സ്മരിച്ചു കഴിഞ്ഞാൽ, എന്നെ സ്മരിച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ നീ എന്നെ തന്നെ പ്രാപിക്കും. ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ ലോക്ക് ചെയ്യണം. ഇവിടെ അടുത്ത വരി നോക്കൂ. യം യം വാപി സ്മരൻ ഭാവം തെജ്യച്ചന്തേ കലേബരം തം തമോ തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിതഃ. യം യം വാപി സ്മരൻ ഭാവം തെജ്യച്ചന്തേ കലേബരം. ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഏത് ഭാവമാണോ നിങ്ങൾക്കുള്ളത് ആ ഭാവവുമായി നിങ്ങൾ വീണ്ടും ജനിക്കും. ഉദാഹരണമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ, അദ്ദേഹം എന്തോ ഒരു നല്ല കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നങ്ങ് വടിയാവുന്നിരിക്കട്ടെ. സപ്പോസ്, ചിരിക്കണ്ട, നമ്മുടെ എറണാകുളത്ത് സംഭവിച്ച കാര്യമാണ്. എറണാകുളം എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും അതാ ഓർമ്മ വരും. ഭയങ്കര ഭയാനകമായ ഒരു അവസ്ഥയാണ്. ഇതേ കണക്കിരുന്ന് കേട്ടോണ്ടിരുന്ന ഒരാൾ അവിടെ ഇരുന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. ഇത് തമാശയായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എന്നാലും ഞാൻ പെട്ടെന്ന് ഓർത്തു പോയതാണ്. ഇത് സെയിം പ്ലേസ്. നിങ്ങൾ മരിക്കാൻ നേരം എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയുമായിട്ടായിരിക്കും നിങ്ങൾ പുനർജനിക്കുന്നത്. മരിക്കാൻ നേരം നിങ്ങൾ അയൽപക്കത്തുകാരനോടുള്ള അമിതമായ സ്നേഹത്തെക്കുറിച്ചാണ് ചിന്തിച്ചതെങ്കിൽ നോർമലി അല്ലേ, ബൈബിളിനകത്ത് പറയുന്നുണ്ട് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരാളായതുകൊണ്ടാകാം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അയൽക്കാരനെ കുറിച്ചുള്ള ഉന്മത്തമായ ചിന്തകൾ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ വടിയാവുന്നതെങ്കിൽ, നിങ്ങളിൽ ക്രോധമാണ് അല്ലെങ്കിൽ ദേഷ്യമാണ്, അസൂയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു അസൂയക്കാരനായിട്ട് ജനിക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ കാമമോഹിതനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു ലോലനായി മാറും. നിങ്ങൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. നിങ്ങൾ വളരെ നല്ല ചിന്തയെക്കുറിച്ചാണ് എങ്കിൽ നിങ്ങൾ അങ്ങനെയാവും. എന്താണോ അവസാനം ചിന്തിക്കുന്നത്, അതായത് റിലേ പോകുന്ന സമയത്ത് എന്തായിരുന്നു ലാസ്റ്റ് ചിന്ത, അതിൻ്റെ റീവൈൻഡിങ് ആയിരിക്കും. കൊള്ളാമല്ലേ, നല്ല രസമാണ്. പാട്ട് എവിടെ വെച്ച് നിൽക്കുന്നോ അതിൻ്റെ തുടർച്ചയായിരിക്കും പിന്നെ കറണ്ട് വരുമ്പോൾ. കറക്റ്റ് അല്ലേ? ഇതിനല്ലേ സയൻസ് എന്ന് പറയുന്നത്. കറണ്ട് പോയപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടില്ലേ, റെക്കോർഡ് ഇട്ടേക്കുന്ന കറണ്ട് പോകുമ്പോൾ നിൽക്കും, പിന്നെ കറണ്ട് വരുമ്പോൾ വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ട് തുടരും. അതേപോലെ അവസാന ഭാവം വെച്ച് പുനർജനിക്കും എന്ന് പറയും. പക്ഷേ ഈ അവസാന ഭാവമൊന്നും ഒരു പ്രശ്നമല്ല. ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുനർജന്മം ഇല്ല. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടുന്നത് പുനർജന്മമല്ലേ. പുനർജന്മം ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നുമല്ല, നിങ്ങൾ അവിടെ പോയി കിടക്കുന്നു, അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് എന്താ പറഞ്ഞാൽ KSRTC ഡിപ്പോയിൽ കൊണ്ടുവന്നിട്ട് ഈ സസ്യങ്ങളും ലലാദികളും എല്ലാം കയറി തുരുമ്പെടുക്കുന്ന ഒരു വണ്ടി പോലെ ആയിത്തീരും നിങ്ങൾ. വണ്ടിക്ക് ഓട്ടമില്ല പിന്നെ. അതോ എവിടെങ്കിലും പോയി ഓടി രണ്ടിടത്ത് ഇടിയൊക്കെ നടത്തി 4 പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കുറേ KSRTCക്ക് നഷ്ടമൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്നതല്ലേ അതിനേക്കാൾ നല്ലത്. ഈ പുനർജന്മം ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ എന്ത് ശുദ്ധമായിട്ടുള്ള ഇതാണ്, നിഷ്ഫലമല്ലേ. സോ തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധച്ഛ മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയ. പുള്ളി പറയുന്നത് എന്തറിയോ, മാമനുസ്മര യുദ്ധച്ഛ, എന്നെ അനുസ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യും. അപ്പോൾ യുദ്ധം ആരുടെ ആവശ്യമാണ്? യുദ്ധം കൃഷ്ണൻ്റെ ആവശ്യമാണ്. എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ. നീ വെട്ടുമ്പോൾ നിന്റെ മനസ്സിൽ ഞാനുണ്ടാകണം എന്നിട്ട് പറയുന്നതാണ് മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയ. മനസ്സും ബുദ്ധിയും അർപ്പിച്ച് നീ എന്നെ തന്നെ നിസ്സംശയം പ്രാർത്ഥിക്കും. അപ്പോൾ നീ യുദ്ധം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം അറിയോ? കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കണം.
അല്ലെങ്കിൽ അമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നീ കൊല്ലപ്പെട്ടാലും നീ കൊന്നാലും നീ എന്നിൽ പാർക്കും. ഇതല്ലേ ഏറ്റവും ഭയങ്കര. ഈ മഹർഷിമാരൊക്കെ എന്താ സംഭവിക്കുന്നത് അറിയാം നമുക്ക്. ഇപ്പോൾ ഒരു മഹർഷി മരിച്ചു, ഒരു സന്യാസി മരിച്ചു. പുള്ളിയെ എല്ലാവരെയും അടക്കുന്നത് ഇങ്ങനെയാണ് അടക്കുന്നത്, കുഴിയിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. പുള്ളിയെ അടക്കിയത് ഇങ്ങനെയാണ്, ഒരു കസേരയിൽ ഇരുത്തി പുള്ളി നേരെ ഇങ്ങനെ ഇരുന്നു. എന്തിനാ അറിയാം? അത് നിർമ്മലാനന്ദഗിരി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്യാസിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുനർജന്മമൊന്നുമില്ല, അവർ ജീവിതം വിട്ടവരാ. അതാണ് ഈ തീയുടെ നിറമുള്ള കാവി എല്ലാം പരിത്യജിച്ചവരാ. അപ്പോൾ അവർ ഈ കുഴിയിലിരിക്കുക, ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് നോക്കും. അവിടെ നമ്മളൊക്കെയാണ് കിടക്കുന്ന സ്വർഗത്തൊക്കെ പോയി തിരിച്ചു വന്ന് പുനർജന്മം പട്ടി പൂച്ച. ഇവർ നേരെ അങ്ങ് പരമാത്മാവിലെ വിലയം പ്രാപിക്കുകയാണ്. അതിനായിട്ടാണ് അവരെ ഇങ്ങനെ ഇരുത്തുന്നത്. ശന്തല്ല സിദ്ധാന്തങ്ങളാണ്. ഇനി സ്വന്തം ധർമ്മത്തെക്കുറിച്ച് പറയുന്നു. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാനുഷ്ഠിതാത് ധർമാനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. അന്യരുടെ ധർമ്മം നല്ലപോലെ അനുഷ്ഠിക്കുന്നതിലും ശ്രേഷ്ഠം ഗുണങ്ങളില്ലാതെയാണെങ്കിലും ചെയ്യപ്പെടുന്ന സ്വധർമ്മമാകുന്നു. സ്വഭാവാനുസൃതമായ കർമ്മം ചെയ്യുന്നവൻ പാപം അടയുന്നില്ല. ഇത്രയേ ഉള്ളൂ. ക്ഷത്രിയനാണോ, കൊല്ലുന്നതിൽ ഒരു പാപമില്ല. നിന്റെ ധർമ്മം അതാണ്, നീ ധർമ്മം അനുഷ്ഠിക്കുന്നു. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ. സ്വന്തം ധർമ്മം മോശമാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നീ ഒരു മാഫിയ പണി ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ ഒരു അധോലോകം ഗുണ്ടാലോകത്ത് വർക്ക് ചെയ്യുന്നവനാണ്. എന്താ അതിൻ്റെ പണി? പോയി തട്ടുക. അത് മോശമല്ലേ? മോശമാണ്. പക്ഷെ നിന്റെ ധർമ്മം എന്താ? അതാണ്. ഒരു പാപവുമില്ല. എങ്ങനെയുണ്ട്? ഒരു പാപവുമില്ല. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ. ഇതൊരു ടെറർ ലൈനാണ്. സ്വന്തം ധർമ്മം മോശമാണെങ്കിലും കുഴപ്പമില്ല, നല്ലതാണെന്ന് പറയുന്നത്. മോഷ്ടാവാണോ? ആണ്. നല്ല പണിയാണോ? അല്ല. നിന്റെ ധർമ്മം എന്താ? മോഷ്ടിക്കുക. അല്ല, ഒരു കുഴപ്പമില്ല. ഗീതയാണത്രേ, ഗീത. അപ്പോൾ ഇത് പറയുന്നുണ്ട്, കർമ്മം എന്ന് പറഞ്ഞാൽ സ്വഭാവനിയതം കർമ്മം കുർവിന്നാപ്നോതി കിൽബിഷം എന്നാണ് പറയുന്നത്. അന്യരുടെ ധർമ്മം നല്ലപോലെ അനുഷ്ഠിക്കുന്നതിലും ശ്രേഷ്ഠം ഗുണങ്ങളില്ലാത്തതാണെങ്കിലും ചെയ്യപ്പെടുന്ന സ്വധർമ്മമാകുന്നു. സ്വഭാവാനുസൃതമായ കർമ്മം ചെയ്യുന്നവൻ പാപം അറിയുന്നില്ല. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, സഹജം കർമ്മ കൗന്ദേയ സദോഷമവി ന ത്യജേത് സർവാരംഭഹി ദോഷേന ധൂമേന അഗ്നിരിവാവൃതഃ. സ്വന്തം ധർമ്മം എന്ന് പറയുന്നത് ദോഷമുള്ളതാണെങ്കിലും കളയരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. സദോഷമവി ന ത്യജേത് സർവാരംഭഹി ദോഷേനേ ധൂമേനഗ്നി രിവാവൃതഃ. ധൂമം ഉണ്ടല്ലോ, പുക വന്ന അഗ്നിയെ മറയ്ക്കാറുണ്ടല്ലോ. അതുപോലെ എല്ലാം തുടക്കത്തിൽ മോശമായിരിക്കും, പിന്നെ ഈ ധൂമം മാറുമ്പോൾ അഗ്നി തെളിയില്ലേ, സൂര്യൻ കാർമേഘങ്ങളിൽ നിന്ന് മോചിതനാവില്ലേ. അപ്പോൾ തുടക്കത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ട് എല്ലാത്തിനും ഉണ്ടാവും, പക്ഷെ ഒന്നും നോക്കണ്ട, തട്ടിക്കും. അതാണ് അദ്ദേഹം പറയുന്നത്, സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത് സർവാരംഭഹി ദോഷേന ധൂമേന അഗ്നിരിവാവൃതഃ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒന്നും ആവുന്നില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്നിൽ മനസ്സുറപ്പിച്ച് നിർത്തിയാൽ എൻ്റെ പ്രസാദത്താൽ നീ എല്ലാ തടസ്സങ്ങളും മറികടക്കും. അഥവാ അഹങ്കാരത്തിൽ എൻ്റെ ഉപദേശത്തെ തിരസ്കരിച്ചാൽ നീ നശിക്കുന്നതാണ്. അർജുനെ ശരിക്കും ഭീഷണിപ്പെടുത്തുകയാണ്. ഞാനീ പറഞ്ഞൊക്കെ നിനക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി മനസ്സിലായാലും ഇല്ലെങ്കിൽ നീ ചെയ്യുക, നിന്റെ ധർമ്മമാണ്. ചെയ്തില്ലെങ്കിൽ, ഉപദേശത്തെ തിരസ്കരിച്ചാൽ നീ നശിക്കുന്നതാണ്. പലരും ഗീതയെക്കുറിച്ച് പറയുന്നത് ഖുറാനെ പോലല്ല. നീ ഇത് കേട്ടിട്ട് വേണ്ടത് സെലക്ട് ചെയ്താൽ മതി. നിന്നോട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു, വേറെ കാര്യമൊന്നുമില്ല എന്നാണ് ഇവർ പറയുക. ഇവിടെ എന്താ പറഞ്ഞത്? എൻ്റെ ഉപദേശത്തെ തിരസ്കരിച്ചാൽ നീ നശിക്കുന്നതാണെന്ന്. കട്ട ഭീഷണി. ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ എതിരില്ലാതെ തിരഞ്ഞെടുക്കാറുണ്ട്. ചില വിദ്യാർത്ഥി യൂണിയനുകളും ചില പഞ്ചായത്തുകളിലൊക്കെ വോട്ടെടുക്കുമ്പോൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കാറുണ്ട്. കാരണം അവിടെ ബൂത്തിലിരിക്കാൻ പോലും ആളില്ല. എന്നിട്ട് പറയും ജനാധിപത്യത്തിൻ്റെ മഹത്തായ ഉത്സവത്തിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയും. ഇത്രയേ ഉള്ളൂ ഇതിനകത്തും. എൻ്റെ ഉപദേശത്തെ തിരസ്കരിച്ചാൽ നീ നശിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്.